ഹായ്, നമസ്കാരം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാനൊരു മാം ചോദിച്ചിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്യുക. കുഞ്ഞുങ്ങളുടെ കാര്യം എന്തോ അറിയേണ്ടതെന്നൊന്നും മാം പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചുള്ളൂ. അപ്പോൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്താ വരുന്നതെന്ന്. രാവിലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ചാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ ഒരു സങ്കല്പം വെച്ചിട്ട് ഞാൻ എടുക്കുക. എനിക്കല്ലാതെ മാം എന്തോ നോക്കണ്ടേന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ട് വെറുതെ ആ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ നോക്കുവാണേ. എന്തൊക്കെയാണ് കാർഡ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഡബിൾ, 7 ഓഫ് വൺസ്, 9 ഓഫ് സോർഡ്സ്, ദ വേൾഡ്, Knight of Cups, 9 of Pentacles, 6 of Pentacles. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുവാണോ തുടങ്ങും, ഇപ്പോൾ അവരുടെ പഠിത്തമായാലും എന്തുമായാലും അവർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ അവർക്ക് ചെറിയ അസുഖങ്ങളും പൈസയുടെ പരമായ അവരുടെ കാര്യത്തിന് ചിലവാക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, പിന്നെ ദൃഷ്ടിദോഷമോ, എന്തായാലും ബ്ലാക്ക് മാജിക് കുഞ്ഞുങ്ങൾക്ക് വരത്തില്ലല്ലോ. അപ്പോൾ ദൃഷ്ടിദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്കോ അങ്ങനെയൊക്കെ കാണും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പക്ഷേ അവർ ജയിച്ച് വരും. അവർക്ക് ജയിച്ച് വരാൻ പറ്റും. 7 ഓഫ് വൺസിൻ്റെ എനർജി വരെ ഉണ്ട്. പക്ഷെ അവർ നല്ല പേടിയിലെന്ന് വെച്ചാൽ ഇപ്പം മറ്റുള്ളവർ ആരൊക്കെ അവരോട് മത്സരിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. കാരണം അതുപോലത്തെ എന്നാലും അവർ നേടി അവരെന്താണോ ഗോൾ അച്ചീവ് ചെയ്യുന്നത് അത് തന്നെ അവർക്ക് നേടാൻ പറ്റും. പിന്നെ 9 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ട്. പേടി, ഈ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിക്കുക, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ വേണ്ടാത്ത ചിന്തകളൊക്കെ കാണുമല്ലോ ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് പേടിച്ചിരിക്കുന്നതായിട്ടുണ്ട്. അത് ഞാൻ ഞാനന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞായറാഴ്ച 4 മണി തൊട്ട് 5 മണി വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ നോക്കാം, എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണ്ടേ. അപ്പം ഞാൻ റെഡിയാണ്. 4 മണി തൊട്ട് 5 മണി വരെ ഞാൻ എന്തായാലും ഞായറാഴ്ച നോക്കുന്നുണ്ട്. ഇതുവരെ ആരും മെസ്സേജൊന്നും അയച്ചിട്ടില്ല. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു കുഞ്ഞുണ്ടെങ്കിലും ഞാൻ നോക്കും. കാരണം എനിക്ക് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുക വെച്ചാൽ വലിയ കാര്യമല്ലേ. അപ്പം 7 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം അവർ ഇത് എല്ലാം എത്ര ഇനി ആരോ അവരോട് മത്സരിക്കാനൊക്കെ ഉണ്ടല്ലോ, അവർ നേടി അവരൊരു കംഫർട്ട് സോണിൽ എത്തും. അങ്ങനെ അവർ ദ വേൾഡ് വന്നിട്ടുണ്ട്. അവർക്ക് ലോകം കീഴടക്കുന്ന പോലെ അവർക്ക് എല്ലാം നേടാൻ പറ്റും. അത്രയും കഴിവുള്ള കുഞ്ഞുങ്ങളത്. പിന്നെ ഞാൻ അവരുടെ ജോലിയുടെ മനസ്സ് വിചാരിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് വന്നു. അവർ ഒരുപാട് പ്രതീക്ഷിച്ച്, ഞാൻ ഗവൺമെൻറ് ജോലി ഇങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് വന്നു. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ബിസിനസ് ആയിരിക്കാം. ഇത് കാണുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ബിസിനസ് ആയിരിക്കാം. ബിസിനസ്സിൽ അവർ ഒരുപാട് ഉയരത്തിലെത്തും, ഒത്തിരി പൈസ ഉണ്ടാക്കും. പിന്നെ അവരുടെ ഫാമിലി, ആ കുഞ്ഞുങ്ങൾക്ക് ഫാമിലി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടെടുത്തപ്പോൾ ഉള്ള കാർഡാണ്. വലിയ ഹൈയിൽ പോകുന്ന ഫാമിലി അല്ല, പക്ഷേ ഒന്നും അല്ല, അങ്ങനത്തെ അല്ല. പക്ഷേ അവർക്കെല്ലാം സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അവർക്ക് എല്ലാവരെയും സഹായിക്കാനും അവർക്കെല്ലാം മറ്റുള്ളവരെ പാവത്തുങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാനൊക്കെ ഉള്ള നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഇത് കാണുന്ന പേരൻസിൻ്റെ മക്കൾ. അങ്ങനെ എനിക്ക് ഇതുവരെ കിട്ടിയത്. ഇത് സത്യമാണെങ്കിൽ ഞാനീ പറയുന്നത് എനിക്കത് കമൻറ്റ് ചെയ്താട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അവർക്ക് ഗവൺമെൻറ് ജോലിയെക്കാട്ടി കൂടുതൽ ബിസിനസ്സായി കാണിക്കുന്നത്. ബിസിനസ്സിൽ അവർ ഒരുപാട് ഹൈയിലെത്തും. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്.
അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പേടി, അതേ ഉള്ളൂ ഇതിനകത്ത് വിഷമമായിട്ടുള്ളത്. ദൃഷ്ടിദോഷം, പ്രാക്ക് അങ്ങനത്തെ സാധനങ്ങൾ കാണണം. പിന്നെ നാനോസോഴ്സിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പേടിയായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് ഞാൻ മെഡിറ്റേഷൻ കാര്യം പറഞ്ഞതൊക്കെ അതാ. അങ്ങനൊരു ഇത് ഞായറാഴ്ച ഒരു ദിവസം എടുക്കുവാണെങ്കിലും ബാക്കിയുള്ള ദിവസം കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. താല്പര്യമുണ്ടെങ്കിൽ പേരൻസ് ഞായറാഴ്ച 4 മണി തൊട്ട് 5 മണി വരെയുള്ളൊരു നമുക്ക് ഗ്രൂപ്പ് കോൾ പോലെ നോക്കാം വാട്സപ്പിൽ, അതിൽ നോക്കാം. അപ്പോൾ ഈ പേടിയും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ഭയങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും അതിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.